നമസ്കാരം. രാജ്യത്തും സംസ്ഥാനത്തും വിലകയറ്റം അതിരൂക്ഷമാവുകയാണ്. അപ്പോഴും എൻ ഡി എ മുന്നണിയും അതുപോലെ UDF സർക്കാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പഴിചാരി ജനങ്ങളെ പറ്റിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പാലിന്റെ വിലവർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിൽമ പാലിന്റെ വിലവർധനയ്ക്കെതിരെ ജനങ്ങൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി സതീശൻ നടത്തിയ പ്രതികരണം ഏറെ ചിരിപ്പിക്കുന്നതാണ്. അതായത്, വിലകയറ്റം നേരത്തെ ഉണ്ടായപ്പോഴും ഞാൻ ഒരു രീതിയിലും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താത്ത ആളാണ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അതായത്, നാട്ടിൽ വിലകയറ്റം രൂക്ഷമാകുമ്പോൾ ഞാൻ അതിനെതിരെ ഒന്നും നേരത്തെയും പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അതൊരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പ്രതികരണമല്ല എന്നത് ആദ്യം തന്നെ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ക്ഷീരകർഷകർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവർക്ക് ഒരു തുക ലഭിക്കണം. ഒപ്പം തന്നെ ജനങ്ങൾക്ക് വിലകയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പൊ എന്താണ് വേണ്ടത്? ഉൽപാദന ചിലവ് കുറച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിലകയറ്റം ഇല്ലാത്ത രീതിയിൽ വില കുറച്ചുകൊണ്ട് അവർക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കയ്യിലെത്തിക്കാൻ ഗവൺമെന്റിന് കഴിയണം. അവിടെ ഒരു വലിയ വീഴ്ച വി സതീശൻ സർക്കാരിന് സംഭവിക്കുകയാണ്. വി സതീശൻ സർക്കാരിനോട് വിലകയറ്റവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും വ്യക്തമായ മറുപടിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് നമ്മുടെ വി സതീശൻ പറഞ്ഞ അതേ രീതിയിലുള്ള ടോണാണ് പലപ്പോഴും വായിൽ നിന്ന് കേൾക്കാറുള്ളത്. കാരണം ഒരു വിഷയത്തിലും ഒരു വ്യക്തതയില്ല എന്നതാണ്. എന്ത് വിഷയത്തെ പറ്റി ചോദിച്ചാലും ഇങ്ങനെ തെറ്റിത്തരഗിതവും കളിച്ചുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തുന്ന ഒട്ടും നിലവാരമില്ലാത്തൊരു മുഖ്യമന്ത്രിയായി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി സതീശൻ മാറുന്നു എന്ന് പറയേണ്ടി വരുന്നത് തന്നെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇനി പെട്രോൾ ഡീസൽ വിലയോ കുത്തനെ വർദ്ധിക്കുകയാണ്. അത് പിടിച്ചു നിർത്താൻ വേണ്ടിയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നില്ല. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് വി സതീശൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിന്റെ നികുതി കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് വില കുറച്ച് ജനങ്ങൾക്ക് പെട്രോളും ഡീസലും കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തിരുന്ന വി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ അത് അങ്ങനെ മറന്നിരിക്കുകയാണ്. എന്തായാലും ആദ്യം തന്നെ ഈ വിഷയത്തിൽ നമുക്ക് കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതിയിൽ കുറവ് വരുത്തണം. വാറ്റിനത്തിലും സെസ് ഇനത്തിലും ഈടാക്കുന്നതിൽ നിന്ന് ചുരുങ്ങിയത് 10 രൂപയെങ്കിലും കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി തയ്യാറാകണം. ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ എല്ലാവർക്കും സഹായകരമാകും. 10 രൂപയുടെ കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 15 രൂപ സംസ്ഥാന നികുതി ഇനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുക്കണം എന്നാണ് ആര് പറയുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് പെട്രോളിനും ഡീസലിനും ഇപ്പോഴും വില കുറയ്ക്കാത്ത നമ്മുടെ NDA മുന്നണിയുടെ നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്ന നേതാവ് പറയുന്നത്. സത്യത്തിൽ സുരേന്ദ്രൻ ചിരിപ്പിക്കുകയാണ് എന്ന് പറയാതെ പോയി. അല്ലെങ്കിൽ മൂപ്പര് ചിരിപ്പിക്കാൻ ബെസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റാതെ അവരന്റെ കണ്ണിലെ കോലെടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇത് തന്നെയാണ് UDF സർക്കാരും ചെയ്യുന്നത്. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റാതെ അവരന്റെ കണ്ണിലെ കോലെടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. കേന്ദ്രം ഇത്തരത്തിലുള്ള അവര് വിലകയറ്റം രൂക്ഷമാകുമ്പോൾ വില കുറയ്ക്കുന്നില്ലെങ്കിൽ ആ വില കുറച്ചുകൊണ്ട് മാതൃകയാകേണ്ടത് ആരാണ്? സംസ്ഥാനമാണ്. അവരെ കൊണ്ടൊരു ഗുണമില്ല എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തുള്ള സർക്കാരും സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ പെരുമാറുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പ്രതികരണമാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. അതായത്, ഇത്തരം വില വർധനവ് രൂക്ഷമാകുമ്പോഴും പെട്രോളും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പല സാധനങ്ങൾക്കും വില കയറുന്നുണ്ട്. ഇതൊക്കെ വി സതീശന് അറിയില്ലാഞ്ഞിട്ടല്ല. അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാതെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇതിന്റെയൊക്കെ വില കുത്തനെ വർദ്ധിക്കുന്നത് തടയാൻ ശ്രമിക്കാതെ ധനമന്ത്രി കൂടിയായിട്ടുള്ള വി സതീശൻ ഞാൻ ധനമന്ത്രി എന്ന നിലയിലും അമ്പെ പരാജയമാണ് എന്ന് തെളിയിക്കുകയാണ്. അല്ലാതെ എന്ത് പറയാനാണ്? ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഈ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാർക്ക് മേൽ വിലകയറ്റം അടിച്ചേൽപ്പിക്കുന്ന ശൈലിയല്ല കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന കേരളത്തിൽ പാലിന്റെ വില വീണ്ടും കൂട്ടുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും.
ക്ഷീര കർഷകർക്ക് ന്യായമായ വില ലഭിക്കുക തന്നെ വേണം. എന്നാൽ അതിന്റെ ഭാരം സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. മുമ്പ് LDF സർക്കാർ ചെയ്തതും ഇത് തന്നെയാണ്. സർക്കാരിന്റെ വീഴ്ചകൾ സാധാരണക്കാരായ മലയാളി കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ BJP NDA തയ്യാറല്ല. ഈ വില വർധന ഉടൻ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കും. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയും ചെയ്യും. ഉൽപാദന ചെലവുകൾ കുറച്ചുകൊണ്ട് കർഷകരെയും ഉപഭോക്താക്കളെയും ഒരേപോലെ സംരക്ഷിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ജനങ്ങളോട് വ്യക്തമാക്കണം. ഒന്നിനു പുറകെ ഒന്നായി അടിച്ചേൽപ്പിക്കുന്ന വിലകയറ്റമല്ല മലയാളികൾക്ക് ഇപ്പോൾ വേണ്ടത്, ആശ്വാസ നടപടികളാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന MLA-യും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി രേഖപ്പെടുത്തുന്നത്. ഇത് സത്യത്തിൽ VD സതീശനോട് മാത്രമല്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ പറയേണ്ടത്. ഇത് അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ ഉണ്ടല്ലോ, കേന്ദ്രം ഭരിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ, അവരെടുത്ത് പറയണം. വിലകയറ്റം ഇങ്ങനെ രൂക്ഷമാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. വലിയ രീതിയിൽ തന്നെ വിലകയറ്റം രൂക്ഷമാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ അടിക്കുന്ന ഈ ഗീർവാണം കാണുമ്പോൾ സ്വാഭാവികമായും ചിരി വന്നു പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങൾ ഈ പെട്രോൾ ഡീസൽ വിലയൊക്കെ ഒന്ന് താഴ്ത്തി, പാചക വില വർധനയൊക്കെ ഒന്ന് താഴ്ത്തി ജനങ്ങളെ ആ ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് കരകയറ്റാനുള്ള ശ്രമം നടത്തുക. അല്ലാതെ ഇത്തരം സംഭവങ്ങളൊക്കെ പറഞ്ഞ് കയ്യടി നേടി ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് മിസ്റ്റർ കർണാടക രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് മാത്രമേ പറയാനുള്ളൂ. ജി അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഭയങ്കര കോമഡിയാണെന്ന് പറയാതെ വയ്യ. ഇനി ഈ കേന്ദ്രവും UDF-ഉം തമ്മിലുള്ള ഇരിപ്പോശം കൂടി നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF സർക്കാർ കേന്ദ്രത്തിനെതിരെ ഒരു ശബ്ദം ഉയർത്താത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്രം UDF-നെതിരെ യാതൊരു രീതിയിലുള്ള ശബ്ദം ഉയർത്താത്തത് എന്ന് ചോദിച്ചാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇവർ തമ്മിൽ ഭായ് ബന്ധമാണെന്നേ. ഇത് പിറന്നാൾ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, സതീശൻ ജയിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല കാഴ്ചകൾ കാണുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായെയും പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും കണ്ട ശേഷം ED ഇവിടേക്ക് വരുന്നു. ആരെ അടുത്തേക്കാണ് വരുന്നത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അക്ഷരം നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പൂക്കി കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പൂക്കി മിണ്ടുന്നില്ല എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പൂക്കി CM പറയുകയാണ്, അത് ആവശ്യം വരുമ്പോൾ പറയാമെന്ന് പറയുകയാണ്. ആവശ്യം വന്നിട്ടില്ല അത്ര. പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ട് ആ വില വർധനവ് വലിയ രൂക്ഷമായി മാറുമ്പോഴും നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിക്ക് ഇതൊരു വിലകയറ്റമായിട്ട് തോന്നുന്നില്ല. എങ്ങനെ തോന്നാനാണ്? നമ്മുടെ നികുതി പണം വെച്ചല്ലേ ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ ആഡംബര ജീവിതം നയിക്കുന്നത്. അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം, അദ്ദേഹം ഇടുന്ന വസ്ത്രം, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. അങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാൻ വലിയ പാടാണെന്നേ. ഒരു പാക്കറ്റ് പാല് മേടിക്കണമെങ്കിൽ ചില്ലറ ഒക്കെ തപ്പി അതൊക്കെ ഒപ്പിച്ച് പാല് മേടിക്കാൻ പോകുന്ന നിരവധി ആഹാരങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒന്നും അറിയാനൊരു സാധ്യതയില്ല. കാരണം സാധാരണക്കാരുടെ ജീവിതത്തെ പറ്റി ഇവർക്കൊക്കെ എന്തറിയാം? അതൊക്കെ ഇവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരം വിലകയറ്റങ്ങൾ വന്നപ്പോൾ ശക്തമായി പ്രതിഷേധിക്കാനും ശക്തമായി ശബ്ദമുയർത്താനും ഒക്കെ അവർ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ശ്രമം നടത്തുക മാത്രമല്ല, വിലകയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സർക്കാരിന് അത് കഴിയാതെ പോകുന്നുണ്ട് എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമെന്ന് പറയാതെ വയ്യ. VD സതീശനും സർക്കാരും ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ബാധ്യതയായി മാറുമോ എന്ന ഭയത്തിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഒരു രീതിയിലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ഒരു മാസമേ ആയിട്ടുള്ളൂ. ഒരു മാസം കൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യം അതിരൂക്ഷമായി ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കും, ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മലമറയ്ക്കും എന്നൊക്കെ പറഞ്ഞു വന്നൊരു സർക്കാർ സത്യത്തിൽ ജനങ്ങളെ വല്ലാതെ രീതിയിൽ തന്നെ ഒന്ന് മട്ടിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നിനെ പറ്റിയും പ്രതികരണമില്ലാത്ത, ഒന്നിനെ പറ്റിയും യാതൊരു രീതിയിലുള്ള ചിന്തയും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി, ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഏകാധിപതി എന്ന് പറയാതെ വയ്യ. ഈ സതീശനിസം സത്യത്തിൽ കേരളത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.